ബഹുമാന്യരായ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ അർത്ഥപൂർണമാക്കി തീർക്കുവാൻ ഞാൻ എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മിപ്പിക്കുകയാണ്. കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും നല്ലതു മാത്രം പിൻപറ്റുകയും ചെയ്യുന്ന, ചിന്തിക്കുന്ന സന്മാർഗദർശികളായ സജ്ജനങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് ലോകം വലിയൊരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആഗോള പ്രതിസന്ധിയിലാണ്. തിന്മയെ തടയാൻ ആർക്ക് സാധിക്കും എന്നതാണ് അവിടെ ഉയരുന്ന ചോദ്യം. തിന്മയെ തടയാൻ അർഹതപ്പെട്ടവരും ബാധ്യതപ്പെട്ടവരും അതിന് സന്നദ്ധമാകാതെ വരുന്ന സന്ദർഭത്തിൽ അത്രത്തോളം ബാധ്യതയില്ലാത്ത ആളുകൾ അതിനെ ഇറങ്ങിത്തിരിക്കുന്ന ഒരു സന്ദർഭമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് പ്രവാചകന്മാരെ അയച്ചത് പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുന്നതനുസരിച്ച് നന്മ കൽപ്പിക്കാനും തിന്മയെ തടയാനുമാണ്. ഓരോരോ കാലഘട്ടത്തിലെ പ്രവാചകന്മാർ അതത് കാലത്തെ തിന്മകൾ എന്തൊക്കെയാണോ, അത് സാമൂഹികമാകാം, രാഷ്ട്രീയപരമാകാം, സാമ്പത്തികമാകാം, സാംസ്കാരികമാകാം, വിശ്വാസപരമാവാം, എല്ലാ തരത്തിലുമുള്ള തിന്മകളെ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ ഏകദൈവ വിശ്വാസത്തിന്റെ ആദർശത്തെ ഉയർത്തിപ്പിടിക്കുകയും അതിന്റെ സന്ദേശത്തെ ലോകത്തിന് കൈമാറുകയും ചെയ്തുകൊണ്ട് അവർ അതത് കാലത്തെ തിന്മകളെ പ്രതിരോധിക്കാനും ഇല്ലായ്മ ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട്. ഓരോ കാലത്തെയും പ്രവാചകന്മാർ അഭിമുഖീകരിച്ചിരുന്ന അത്തരത്തിലുള്ള തിന്മകളുടെ വിവിധ മുഖങ്ങളെ സംബന്ധിച്ച്, വിവിധ സ്വഭാവങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം. അപ്പോ ആ തിന്മകൾ ഏതെങ്കിലും ഒരു തരത്തിലുള്ളതല്ല, വ്യത്യസ്ത തരത്തിലുള്ളതാണ്. എല്ലാ കാലഘട്ടത്തിലും നൂഹ് നബി അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ കാലത്തും പ്രവാചകന്മാരുടെ സമൂഹങ്ങൾ ഏർപ്പെട്ടിരുന്ന കൊടിയ തിന്മ എന്നത് ബഹുദൈവ വിശ്വാസം. ആ ബഹുദൈവ വിശ്വാസത്തിൽ നിന്നും ജനങ്ങളെ മോചിപ്പിക്കുന്നതിലൂടെയാണ്, രക്ഷപ്പെടുത്തുന്നതിലൂടെയാണ് സമൂഹത്തിലെ എല്ലാ തരത്തിലുമുള്ള തിന്മകളും ഇല്ലാതായി പോകുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ പ്രപഞ്ചത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാണ്. അവനാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്, പടച്ചവൻ. അവനാണ് ഈ പ്രപഞ്ചത്തിന്റെ നിയന്താവ്. അവനാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത്.
അവന്റെ കയ്യിലാണ് പരമാധികാരം. അവന്റെ കണ്ണു വെട്ടിച്ചുകൊണ്ട് ഒരണുപോലും അനങ്ങുന്നില്ല. അങ്ങനെയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരിചയപ്പെടുത്തിക്കൊണ്ട് ആ പടച്ചവനെ മാത്രമേ ആരാധിക്കാവൂ, അവന് മാത്രമേ കീഴ്പ്പെടാവൂ, അവനെ മാത്രമേ അനുസരിക്കാവൂ, അവന്റെ വിധിവിലക്കുകൾ മാനിക്കണം എന്ന് കൽപ്പിച്ചുകൊണ്ട് പ്രവാചകന്മാർ പൊതുജനത്തെ അഭിമുഖീകരിച്ചു. അങ്ങനെ വന്നപ്പോൾ ഖുർആൻ സൂചിപ്പിക്കുന്നത് പോലെ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ സമൂഹത്തിൽ സാമ്പത്തിക ക്രമക്കേടുകൾ കാണാം. ഉദാഹരണം, ഷുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ അവിടത്തെ ജനവിഭാഗങ്ങൾ കമ്പോളത്തിൽ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവരും പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും നടത്തുന്നവരും പാവങ്ങളെ സഹായിക്കാത്തവരും പണം കുന്നുകൂട്ടി കുത്തകയാക്കി വെക്കുന്നവരും എല്ലാവിധ അധാർമികതകളും ചെയ്യുന്നവരുമായിരുന്നു. പാവങ്ങളെ ദ്രോഹിക്കുന്നവരായിരുന്നു, കൊള്ള ചെയ്യുന്നവരായിരുന്നു, ആക്രമിക്കുന്നവരായിരുന്നു. ഈ സമയത്ത് ഷുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ജനവിഭാഗത്തിന്റെ മുമ്പിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷുഐബുൻ റസൂലുള്ളാഹ് എന്ന തൗഹീദിന്റെ ആ പ്രഖ്യാപനവുമായി ഇറങ്ങിയിട്ട് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയും അവനെ അനുസരിക്കുകയും ചെയ്യണമെന്ന് പ്രബോധനം ചെയ്തിട്ട് അവരോട് പറഞ്ഞത്, നിങ്ങളുടെ ഈ സാമ്പത്തികമായ അസമത്വങ്ങളും അനീതികളും അന്യായങ്ങളും ഉച്ചനീചത്വങ്ങളും എല്ലാം ഇല്ലായ്മ ചെയ്യണം. അപ്പൊ അവര് ചോദിച്ചൊരു മറുപടിയുണ്ട്, ഷുഐബേ, നിന്റെ ഈ നമസ്കാരമാണോ അള്ളാഹുവിന് നമസ്കരിക്കുന്നത്? അവർ കാണുന്നുണ്ട്. നിന്റെ ഈ നമസ്കാരമാണോ ഞങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന സാമ്പത്തികമായ വിഷയത്തിൽ അതൊക്കെ തന്നെ വിലക്കാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത്? നിന്റെ നമസ്കാരമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. നീ കമ്പോളത്തിൽ ഇടപെടുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചുകൊണ്ട് ഷുഐബ് നബി അലൈഹി ഇസ്ലാമിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സഹോദരന്മാരെ, ഇതേപോലെ തന്നെയാണ് സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തുടങ്ങിയുള്ള പ്രവാചകന്മാർ ആ സമൂഹത്തിൽ നടന്നു വരുന്ന സാമ്പത്തികമായ ധൂർത്തും ദുർവ്യയവും പൊങ്ങച്ച പ്രകടനങ്ങളും ഇതിനെയെല്ലാം വിലക്കിക്കൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്തത്. അന്ന് ആ കാലഘട്ടത്തിൽ ജനങ്ങൾ എല്ലാവിധത്തിലും സാമ്പത്തികമായ ധൂർത്തടിക്കുന്നു. അതിലൂടെ പാവങ്ങൾ ഒന്നും ഇല്ലാത്തവരായി പട്ടിണി പാവങ്ങളായി മാറുന്നു. സാമ്പത്തികമായ നീതിയും സന്തുലിതത്വവും ധർമ്മവും അവർ നിർവഹിക്കണം. അതിനെ വിലക്കിക്കൊണ്ടാണ് മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാമും ഹൂദ് നബി അലൈഹിസ്സലാമും പോലെയുള്ള പ്രവാചകന്മാർ രംഗത്ത് വന്നത്. അപ്പോഴും ജനങ്ങൾ അവരെ അട്ടിപ്പുറത്താക്കാൻ ശ്രമിച്ചു. പടച്ചവനോടുള്ള ആരാധന അതൊക്കെ നടത്തി അങ്ങനെ ഒതുങ്ങി കൂടിയാൽ പോരെ? നിനക്ക് പടച്ചവനെയാണ് ആരാധിക്കേണ്ടതെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹും പറഞ്ഞ് നമസ്കരിച്ച് അതേപോലെ സ്വകാര്യമായ ആരാധനകൾ നടത്തിയിട്ട് പോയാൽ പോരെ എന്നാണ് അവരുടെ ചോദ്യം. അതുകൊണ്ടാണ് അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് കൊണ്ടാണ് ആ പ്രവാചകന്മാരെ അവർ ശത്രുക്കളായി കണ്ടത്. എവിടെയെങ്കിലും പോയി ഒരു പള്ളി ഉണ്ടാക്കി, ആരാധനാലയം ഉണ്ടാക്കി, അവിടെ ഇരുന്ന് ദിക്റും തസ്ബീഹും ദുആയും വേദപാരായണവുമായിട്ട് ഇരുന്നാൽ ആർക്കെന്ത് ദോഷം? പ്രവാചകന്മാരെ എതിർക്കുന്നതിൽ എന്താ അർത്ഥം? ജനങ്ങളുടെ സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് കൊണ്ടാണ് അവരെ ശത്രുക്കളായി കാണുന്നത്. ഇസ്ലാമിന്റെ പ്രശ്നം അതാണ്. മറ്റു മതങ്ങൾക്ക് സ്വകാര്യമായി ആത്മീയ വ്യാപാരം നടത്തിയാൽ മതി. ദൈവവും മനുഷ്യനും തമ്മിലുള്ള സ്വകാര്യ ഇടപാടാണ് മതം എന്നല്ല ഇവിടെ നിർവചിക്കാറുള്ളത്. പക്ഷെ ഇസ്ലാം അങ്ങനെയല്ല, സ്വകാര്യ ഇടപാടല്ല. അപ്പൊ സഹോദരന്മാരെ, ഇതേപോലെ തന്നെയാണ് മറ്റു പ്രവാചകന്മാരുടെ ജീവിതം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ സംഭവം പരിശോധിച്ചു. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനത ലോകത്താദ്യമായി
ഒരു പുതിയ തിന്മ ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന മോഡേണിസത്തിന്റെ പേരിൽ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ലിബറലിസത്തിന്റെ ഭാഗമായി കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഹോമോസെക്സ്, സ്വവർഗരതി, സ്വവർഗ വിവാഹം എന്ന് പറയുന്ന സമ്പ്രദായം ലോകത്ത് ആദ്യമായി കൊണ്ടുവന്നത് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സദൂം ജനതയാണ്. അതിന് പലരും ലിവാത്ത് എന്ന അറബിയിൽ പറയാറുണ്ട്. ലൂത്തന്മാരുടെ സ്വഭാവം. ഏതിനെ? സ്വവർഗരതിയെ പറ്റി അങ്ങനെ പ്രയോഗിക്കാറുണ്ട്. ലിവാത്ത് എന്നല്ല സ്വവർഗരതിയുടെ പേര്, സദൂമിയ എന്നാണ്. സദൂം ജനതയുടെ തിന്മ എന്ന അർത്ഥത്തിൽ അങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത്. മറ്റേത് പ്രവാചകനെ അവഹേളിക്കലാണ്. അപ്പൊ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ കാലഘട്ടത്തിൽ അവിടെ ജനങ്ങൾ പുരുഷന്മാരെയും സ്ത്രീകളെയും ലൈംഗിക പങ്കാളികളായി കൊണ്ടു നടക്കുന്ന സ്വഭാവം വന്നപ്പോ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് ലൂത്തുൻ റസൂലുള്ളാഹ്, അല്ലാഹു മാത്രമാണ് ആരാധനയ്ക്കും വിധേയത്വത്തിനും അർഹൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പടച്ചവന്റെ നിയമത്തിന്റെ ഭാഗമായി ഈ സമൂഹത്തിൽ അരങ്ങുവാഴുന്ന ലൈംഗിക അരാജകത്വം അവസാനിപ്പിക്കണം. പുരുഷന്മാർ സ്ത്രീകളും സ്ത്രീകൾ പുരുഷന്മാരുമായി പ്രകൃതിപരമായിട്ടുള്ള വിവാഹ ബന്ധത്തിലാണ് ഏർപ്പെടേണ്ടത്. പ്രകൃതി വിരുദ്ധമായ ലൈംഗിക ബന്ധങ്ങൾ അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുവന്നു. അവസാനം ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ പോലും മോഡേണിസ്റ്റ് ആയിരുന്നു. അവര് ആ കാലഘട്ടത്തിൽ അന്നത്തെ ഫെമിനിസ്റ്റ് അവരോടൊപ്പം കൂടി. അവസാനം ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെതിരെ അവർ ഇറങ്ങിത്തിരിച്ചു. ഈ ഇമാമിന്, ഈ ഉസ്താദിന്, ഈ മൊയ്ലിയാർക്ക് അവിടെ എന്തെങ്കിലും വല്ല ദിക്റും ദുആയും സലാത്തും ഒക്കെ പറഞ്ഞാ പോരെ? എന്തിനാണ് നിങ്ങൾ ഈ പൊതുസമൂഹത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നത്? പള്ളിയിൽ രാഷ്ട്രീയം പറയുന്നു, പള്ളിയിൽ പൊതുകാര്യങ്ങൾ പറയുന്നു. സഹോദരങ്ങളെ, ഇസ്ലാം അതാണ്. അതുകൊണ്ടാണ് അപ്പൊ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെതിരെ ഇറങ്ങിത്തിരിച്ചതിന്റെ കാരണം അതാണ്. സമൂഹത്തിൽ ഏതോ അവിടെ നടക്കുന്ന പൊതു തിന്മ, കൊടിയ തിന്മ, അതിനെ ഇല്ലായ്മ ചെയ്യുക എന്നതാണ് പ്രവാചക ദൗത്യം എന്ന് പറയുന്നത്, പ്രവാചകന്റെ ഉത്തരവാദിത്തം എന്ന്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം. മൂസ അലൈഹി സ്വലാം വരുമ്പോ ഈജിപ്തിലേക്കാണ് അല്ലാഹു നിയോഗിക്കുന്നത്. മൂസ അലൈഹി സ്വലാമിന്റെ ജനത മറുഭാഗത്തുള്ളത് ഫിറഔനാണ്. ആ ഫിറഔന്റെ ഏകാധിപത്യത്തിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസാ റസൂലുള്ളാഹ്, ആരാധനയ്ക്ക് അർഹൻ, വിധേയത്വത്തിനും അടിമപ്പെടാനും അർഹനായവൻ അല്ലാഹു മാത്രമാണ്, ഈ പ്രപഞ്ചത്തിന്റെ അധിപൻ. അവന്റെ മുമ്പിലല്ലാതെ ആരുടെ മുമ്പിലും ആരാധനകളും അടിമത്തവും അർപ്പണം ചെയ്യൂല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം രംഗത്ത് വന്നു. ഈ വലിയ മുദ്രാവാക്യം ഏറ്റെടുക്കാൻ മൂസാ അലൈഹി സ്വലാമിന് ഒരു ശങ്ക. എന്റെ സഹോദരൻ ഹാറൂനെ കൂടി അയച്ചു തരാൻ അല്ലാഹുവിനോട് ആവശ്യപ്പെട്ടു. ഹാറൂൻ അലൈഹി സ്വലാമിനെയും കൂടെ കൂട്ടി. നല്ല സ്ഫുടമായി സംസാരിക്കുന്ന ഹാറൂൻ അലൈഹി സ്വലാമുമായി പോയി. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, ധൈര്യമായിട്ട് പൊക്കോ. പണ്ട് മൂസാ അലൈഹി സ്വലാം അവിടുത്തെ ഒരു സാമൂഹിക പ്രശ്നത്തിൽ ഇടപെട്ടു, ഒരു ഇടപെടൽ നടത്തി. അവിടെ കിബുത്തിയായ, അതായത് ഇസ്രായേലിൽ നിന്ന് കുടിയേറി പാർത്തിട്ടുള്ള അവിടുത്തെ ഈജിപ്തിലെ വിദേശികളായിട്ടുള്ള ഇസ്രായേലികൾ, അവിടെ പണ്ട് അവരുടെ കടന്നു വന്നത് ഇസ്രായേലിൽ നിന്ന് വന്നവരാണ്. അവരവിടുത്തെ ഒരു വിഭാഗം ജനങ്ങളാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയാണ്, പൂർവികരാണ്. അതോടൊപ്പം അവിടെ വളർന്നു വന്നിട്ടുള്ള ഫിറഔന്റെ ആളുകൾ കിബിത്തികളാണ്. നമ്മുടെ നാട്ടിൽ പറയുന്നത് പോലെ സ്വദേശികളും വിദേശികളെന്നും സവർണന്മാരും അവർണന്മാരും എന്നൊക്കെ പറയുന്നത് പോലെ ഈജിപ്തിന്റെ അവസ്ഥ അതായിരുന്നു. അപ്പൊ അവിടെ ഈ ഫിറഔൻ അവന്റെ കിബിത്തികളായ ആളുകളുടെ മേൽവർഗക്കാരുടെ അവരുടെ പിൻബലത്തോടുകൂടി അധികാരമാണ്, ഏകാധിപതിയായി അക്രമിയായി വാണരുളുന്നു. കിബിത്തികളായ ആളുകളെ അടിച്ചമർത്തുന്നു, അക്രമം കാണിക്കുന്നു, അധികാരങ്ങളിൽ നിന്ന് താഴെ ഇറക്കുന്നു, തൊഴിൽ കൊടുക്കുന്നില്ല, പട്ടിണിക്കിടുന്നു, സ്ത്രീകളെ ജീവച്ഛവങ്ങളാക്കി പീഡിപ്പിക്കുന്നു, പുരുഷന്മാരെ കൊന്നൊടുക്കുന്നു. ഏതെങ്കിലും നാട്ടിൽ ഒരു ആൺകുട്ടി പിറന്നെന്ന് കേട്ടാൽ അപ്പോഴേ കൊന്നുകളയും ബനൂ ഇസ്രായേലിൽ. കാരണം എന്താണ്? അധികാരം തട്ടിയെടുത്തു കളയും. രാഷ്ട്രീയ ബോധമുണ്ടായി വരും. അങ്ങനെ വന്നാൽ അവര്
അവന്റെ അധികാരം തട്ടിയെടുത്ത് കളയുമെന്ന് പറഞ്ഞിട്ടാണ്. അവസാനം മൂസാ നബി അലൈഹിസ്സലാം പരസ്യമായി പ്രബോധനം ചെയ്തു, അള്ളാഹുവിനെ പറ്റി സംസാരിച്ചു. അർസിൽ മഅനാ ബനി ഇസ്രായീൽ, ഈ ജനത്തെ മുഴുവൻ, ഇസ്രായേൽ ജനവിഭാഗത്തെ മുഴുവൻ നീ ഇപ്പോ അടിമകളാക്കി നിന്റെ ആധിപത്യത്തിന്റെ കീഴിൽ സ്വാതന്ത്ര്യം നിഷേധിച്ചു വച്ചിരിക്കുകയാണല്ലോ. അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം, എന്നോടൊപ്പം അവരെ വിട്ടയക്കണം. ഞങ്ങൾ പൊക്കോളാം ഞങ്ങളുടെ നാട്ടിലേക്ക്, പക്ഷെ സ്വതന്ത്രരായി വിട്ടയക്കണം. അബ്ബത്ത ബനി ഇസ്രായീൽ, ബനു ഇസ്രായേലിനെ നീ അടിമകളാക്കി വെച്ചിരിക്കുകയാണ്. അത് പറ്റില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദങ്ങൾ, വാദപ്രതിവാദങ്ങൾ. അവസാനം മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഇടപെടലിന്റെ പിന്നാലെ ആളുകൾ കൂടുന്നു എന്ന് കണ്ടപ്പോ മൂസാ അലൈഹി ഇസ്ലാമിനെയും സംഘത്തെയും വകവരുത്താൻ വേണ്ടി അവന്റെ പട്ടാളം, ഫിറോന്റെ പട്ടാളം പിന്നാലെ കൂടി. അവസാനം അല്ലാഹ് പറഞ്ഞു, എത്രയും പെട്ടെന്ന് രാത്രിയിൽ തന്നെ പുറപ്പെട്ടുകൊള്ളാൻ. അങ്ങനെ പോയിട്ടാണ് ചെങ്കടൽ തീരത്ത് ചെന്ന് അള്ളാഹ് വടിയെടുത്ത് അടിക്കാൻ പറഞ്ഞതും അവിടേക്ക് കടന്നുപോയതും അവസാനം പിന്നാലെ കൂടിയ ഫിറോനും സംഘവും ചെങ്കടലിൽ മുങ്ങി മരിച്ചതും ഇന്നും ഫിറോന്റെ ജഡം സൂക്ഷിക്കപ്പെട്ടിരിക്കും. അപ്പൊ ഇത് രാഷ്ട്രീയ അല്ലേ? മൂസാ പ്രവാചകൻ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ ഒരു ഇടപെടൽ രാഷ്ട്രീയമല്ലേ? ഇസ്ലാമിൽ എന്ത് രാഷ്ട്രീയം ഇല്ല എന്ന് പറഞ്ഞ ചില ആളുകൾ പറയുന്നു, പാവങ്ങൾ. ഇസ്ലാമിൽ എന്ത് രാഷ്ട്രീയം? കാരണം എന്താ, ഇവർക്ക് ഏതോ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ട്, അതുകൊണ്ട് അതിനെതിരായി പോകുന്നുള്ള ശങ്ക കൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നത്. പള്ളിയിൽ രാഷ്ട്രീയം പറയാൻ പാടില്ലല്ലോ, എങ്കിൽ പിന്നെ ഖുർആനിൽ നിന്ന് കുറെ ഭാഗം അങ്ങ് വെട്ടിക്കളയേണ്ടി വരും. ഇനി അവിടെ പോയി നിങ്ങൾ നോക്കൂ, മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം നേരെ കൊണ്ടുപോയി അവിടെ സീനാ മരുഭൂമിയിലെത്തി, അവിടെ കഴിയുകയാണ്. അപ്പൊ അവരാവശ്യപ്പെടുന്നുണ്ട്, ഞങ്ങൾക്ക് ആഹാരം വേണം. വെറും മരുഭൂമിയാണ്, തിന്നാനും കുടിക്കാനും ഒന്നുമില്ല. അവസാനം അള്ളാഹുവിനോട് ദുആ ചെയ്ത് മണ്ണ് സൽവയ്ക്ക് ഇറക്കി കൊടുത്തു. അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള നേരിട്ടുള്ള ഭക്ഷണങ്ങൾ ഇറക്കി കൊടുത്തു, അതെല്ലാം കഴിച്ചു. അതിന്റെ ഇടയിൽ ഹാറൂൻ അലൈഹിസ്സലാമിനെ ഏൽപ്പിച്ചിട്ട് അള്ളാഹു തആല ഈ സമൂഹത്തെ ഒരു ആദർശ സമൂഹമാക്കണം. കാരണം എന്താ, ഈ ബനൂ ഇസ്രായേൽ ജനം എന്ന് പറഞ്ഞാൽ പണ്ട് അവരെ വംശപരമായി ഇസ്രായേലിൽ നിന്ന് കുടിയേറി പാർത്ത ഒരു ജനവിഭാഗമാണ് എന്നതല്ലാതെ അവർക്ക് ആദർശപരമായി ഒന്നുമില്ല. അപ്പൊ അവരെന്ത് ചെയ്യണം? ഒരു ആദർശ സമൂഹമാക്കി മാറ്റണം. ആദർശം ഇല്ലെങ്കിലും ആ സമുദായത്തെ രക്ഷപ്പെടുത്തുക എന്നതൊരു പ്രവാചകന്റെ ബാധ്യതയാണ്. അങ്ങനെ രക്ഷപ്പെടുത്തി സീനാ മരുഭൂമിയിൽ എത്തിയിരിക്കുകയാണ്. അല്ലാഹു തആല പറഞ്ഞു, നേരെ തൂര് സീനാ മലയിലേക്ക് ചെല്ലാൻ, അള്ളാഹുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ. അങ്ങനെ ചെന്നു. അവിടെ നിന്ന് 40 നാൾ കഴിഞ്ഞു. അപ്പോഴ് അല്ലാഹു തആല ഗ്രന്ഥം കൊടുത്തു. തൗറാത്തുമായിട്ട് നാട്ടിലേക്ക് വരുമ്പോ ഇവിടെ ആകെ ഭിന്നിച്ചിരിക്കുകയാണ്, തമ്മിലടിച്ചിരിക്കുകയാണ്. അവിടെ ഒരു പശുക്കുട്ടിയുടെ പേരിൽ, പശുക്കുട്ടി എന്നും പ്രശ്നമാണ് സമൂഹത്തിൽ, പശു എന്നും പ്രശ്നമാണ്, പശു രാഷ്ട്രീയം എന്നും ഉണ്ട്. അപ്പൊ അവിടെ അങ്ങനെ പശുവിന്റെ പിന്നാലെ പോയി അവിടെ ആകെ ചിഹ്ന ഭിന്നമായി. അവിടെ മൂസാ നബി അലൈഹിസ്സലാം, സംഭവം സുദീർഘമാണ്, ഞാൻ സൂചിപ്പിച്ചു പോകുന്നേ ഉള്ളൂ. അവസാനം മൂസാ നബി അലൈഹിസ്സലാം അവിടെ ഇടപെട്ടു, ദേഷ്യം വന്നു. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ? ഉദ്ഖുലുൽ അർളൽ മുഖദ്ദസത്തല്ലത്തി ബാറക്നാ ഫീഹാ, നിങ്ങൾ ആ പരിശുദ്ധമായ നിങ്ങളുടെ ജന്മനാട്ടിലേക്ക്, ഇസ്രായേലിലേക്ക്, ഫലസ്തീനിലേക്ക് നിങ്ങൾ തിരിച്ചു ചെല്ലാനാണ് പറയുന്നത്. ഫലസ്തീനിലേക്കുള്ള പോരാട്ടത്തിന്റെ കഥ പണ്ടേ ഉള്ളതാണ്. അവരോട് പറയുകയാണ്, നിങ്ങൾ ഇപ്പോ ഫിറൗൻ, ഈജിപ്തിൽ ഫിറൗന്റെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ച് ഇവിടെ എത്തി. ഇത് അല്ലാഹ് നേരിട്ട് നിങ്ങളെ സഹായിച്ചതാണ്. ഇനി നിങ്ങൾക്ക് അങ്ങനെ വിമോചനം എന്നത് താലത്തിൽ വെച്ച് തരൂല, നിങ്ങൾ പോരാടി നേടണം. അതുമായി ബന്ധപ്പെട്ട സുദീർഘമായ ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ കാണാം. അപ്പോ അവിടെ അല്ലാഹു തആല പറയുന്നത്, നിങ്ങള് ഫലസ്തീനിലേക്ക് പോകണം. ആ വാഗ്ദത്ത ഭൂമി, പരിശുദ്ധമായ ആ ഭൂമി, അത് നേടിയെടുക്കണം. അപ്പൊ ഇവരെന്ത് ചെയ്തു? അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോ അവർ കുറച്ച് ആളുകളൊക്കെ അവിടെ പോയി, അവിടെ നിരീക്ഷിച്ച് ഇൻഫർമേഷൻ ഒക്കെ നടത്തിയിട്ട് വന്നപ്പോ അവിടെ വമ്പിച്ച അമാലിക്ക വർഗമാണ്, വമ്പിച്ച ഇന്ന ഫീഹ ഖൗമൻ ജബ്ബാരീൻ, വലിയ ട്രംപന്മാരും നെതന്യാഹുമാരും വാഴുന്ന സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ വലിയ ധിക്കാരികളും വലിയ താന്തോന്നികളും ഏകാധിപതികളും അക്രമികളും വാഴുന്ന ഭീകരന്മാരുടെ നാടാണത്. അങ്ങോട്ടൊന്നും ചെന്നിട്ടൊന്നും പറയാൻ പോലും പറ്റൂല. അപ്പോ ഇവര് വന്നിട്ട് പറഞ്ഞു,
മൂസ, നീ നിന്റെ പടച്ചോനും കൂടെ പോയി യുദ്ധം ചെയ്താൽ ഞങ്ങളെ കിട്ടൂല. അങ്ങോട്ടെങ്ങാനും ചെന്ന് കയറി കൊടുത്താൽ എല്ലാം ഭസ്മമാക്കി കളയും. അവസാനം അവരുടെ കൂട്ടത്തിൽ നിന്നും വളരെ ന്യൂനപക്ഷമായ ആളുകൾ, വളരെ ചുരുങ്ങിയ ഇന്നത്തെ ഗസയിലെ പ്രതിരോധിക്കുന്ന സഹോദരന്മാരെ പോലെ വളരെ ന്യൂനപക്ഷമായ ആളുകൾ അവർ പറഞ്ഞു, കമ്മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅത്തൻ കസീറത്തൻ ബിഇദ്നില്ലാഹ്. എത്ര ചെറു സംഘങ്ങളാണ് വലിയ വലിയ സംഘങ്ങളെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രശ്നമില്ല, ഞങ്ങൾ ഉറച്ചു നിൽക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന സംഭവം. അപ്പൊ അങ്ങോട്ട് പോകുന്നു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ആ പോരാട്ടം നടക്കുന്നില്ല. അങ്ങനെ ഇവര് സമ്മതിക്കാത്തത് കൊണ്ട് 40ഓളം വർഷം ആ മരുഭൂമിയിൽ, സീനാ മരുഭൂമിയിൽ ഇവർ അലഞ്ഞു നടന്നങ്ങനെ മരിച്ചു. പുതിയ തലമുറ വന്നപ്പോഴാണ് അല്ലാഹു തആല അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുതിയ ഒരു നേതാവ് ത്വാലൂത്ത് അലൈഹിസ്സലാമിനെ പ്രവാചകനായി കൊടുത്തു. ഇബ്അസ് ഫീനാ മലിക്കൻ യുഖാതിൽ ഫീ സബീലില്ലാഹ്. പടച്ചോന്റെ മാർഗ്ഗത്തിൽ പോരാടാൻ ഞങ്ങൾക്കൊരു നേതാവിനെ തരണേ എന്ന് അല്ലാഹുവിനോട് അവർ പ്രാർത്ഥിച്ചതിന്റെ അനന്തരഫലമായി അല്ലാഹു തആല ത്വാലൂത്ത് അലൈഹിസ്സലാമിനെ കൊടുത്തു. പ്രായം ചെന്ന ആളാണ്. അപ്പൊ ഇവ അപ്പോഴും കളിയാക്കി മറ്റൊരു വിമോചനത്തിന് വേണ്ടി ഒരു കൂട്ടം ഒരുങ്ങുമ്പോ ബാക്കിയുള്ളവർ ആക്ഷേപിക്കുമല്ലോ. അതുപോലെ തന്നെ ഇയാൾക്ക് എങ്ങനെ അന്നാലഹുൽ മുൽക്ക്, എങ്ങനെ ഇയാൾക്ക് അധികാരം കിട്ടുക? ഇയാൾക്ക് വല്ല ഗുണമുണ്ടോ, വല്ല സമ്പത്തുണ്ടോ, തറവാടുണ്ടോ, നേതൃത്വമുണ്ടോ, പാണ്ഡിത്യമുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് മറുപടി കൊടുത്തു. വസ്തതം ഫിൽ ഇൽമി വൽ ജിസ്ം. നല്ല കായിക ബലവും ഉണ്ട്, നല്ല അറിവും ഉണ്ട്, അത് മതി. വലിയ സാമ്പത്തിക ശേഷിയും തറവാടും അവിടുത്തെ പൗരപ്രമുഖനൊന്നും ആവണമെന്നില്ല, മുഖ്യധാരയിൽപ്പെട്ട ആളാവണമെന്നൊന്നുമില്ല. അങ്ങനെ ത്വാലൂത്ത് അലൈഹിസ്സലാമിനെ നിയോഗിച്ച് നേരെ പോയി ആ ഫലസ്തീനിലേക്ക് പോകുന്നു. അവിടെ പോരാട്ടം നടക്കുന്നു. അവസാനം അന്നേരമാണ് സാഹചര്യത്തിന്റെ നേതൃത്വം എന്ന നിലയിൽ ദാവൂദ് നബി അലൈഹിസ്സലാം രംഗത്ത് വരുന്നു. ഖതല ദാവൂദു ജാലൂത്ത. അന്ന് ജാലൂത്താണ് അവിടെ അടക്കി വാഴുന്നത്. ജാലൂത്തിനെ വധിച്ചു. അങ്ങനെ ദാവൂദ് നബി അലൈഹിസ്സലാം ഇസ്രായേലിന്റെ ഭരണാധിപനായി, പ്രസിഡന്റായി മാറുകയാണ്. സഹോദരന്മാരെ, ഇങ്ങനെ സുദീർഘമായ സംഭവങ്ങളാണ് ഇസ്ലാമിന്റെ ചരിത്രം കടന്നു പോകുന്നത്. എത്രത്തോളം ഈ സംഭവങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ, മുഫസ്സിറുകൾ പറയുന്നു, ഖുർആനിന്റെയും ഹദീസിന്റെയും പിൻബലത്തോടെ പറയുന്നത്, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജീവിത ചരിത്രത്തിൽ 2 ഘട്ടങ്ങളാണുള്ളത്. ഒന്ന്, ഫിർഔന്റെ ജീവിതം അസ്തമിക്കുന്നത് വരെയുള്ള ഒരു ഘട്ടം. രണ്ടാമത്, ഫിർഔന് ശേഷം ആ സീനാ മരുഭൂമിയിൽ നിന്ന് ഫലസ്തീനിലേക്ക് പോകുന്ന 2ാമത്തെ ഘട്ടം. ഈ 2ാമത്തെ ഘട്ടത്തോടു കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ജിഹാദ് നിർബന്ധമാക്കി, പോരാട്ടം നിർബന്ധമാക്കി. വിമോചനം എന്നത് അല്ലാഹു തആല സാഇഖത്തിലൂടെ, ഭൂകമ്പത്തിലൂടെ, അല്ലെങ്കിൽ ഘോരമായ ഗർജനത്തിലൂടെ, കൽമഴയിലൂടെ, വെള്ളപ്പൊക്കത്തിലൂടെ, അതല്ലെങ്കിൽ ഭൂകമ്പത്തിലൂടെ ശത്രുക്കളെ നശിപ്പിക്കുക എന്ന സ്വഭാവം അവിടെ അല്ലാഹു അവസാനിപ്പിക്കുകയും പുതിയ ഒരു ഘട്ടം മനുഷ്യ ലോകത്തേക്ക് തുറക്കുകയും ചെയ്തു. അതാണ് ജിഹാദ് എന്ന് പറയുന്നത് എന്ന് ഇമാം ഇബ്നു കസീറും തുടങ്ങിയുള്ള പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ശത്രുവിനെ ഇല്ലായ്മ ചെയ്യുക എന്നത് ചെറുത്തുനിൽപ്പിലൂടെ സാധിക്കുകയുള്ളൂ. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? ഈ സംഭവങ്ങളെല്ലാം വിശദീകരിച്ചിട്ട് പറഞ്ഞത് എന്താണ്? വലൗലാ ദഫ്ഉല്ലാഹി الناس ബഅദഹും ബിബഅദിൻ ലഫസദത്തിൽ അർളു. അല്ലാഹു തആല മനുഷ്യരിൽ ചിലരെ മറ്റു ചിലരെ കൊണ്ട് തടഞ്ഞില്ലായിരുന്നെങ്കിൽ അമ്പേ തകർന്നു പോകുമായിരുന്നു, ഈ ഭൂമി നശിച്ചു പോകുമായിരുന്നു എന്നാണ്. നിങ്ങൾ ചരിത്രം പരിശോധിച്ചു നോക്കൂ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ത്വാലൂത്ത് നബി അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാം, ബനൂ ഇസ്രായേലിലെ പ്രവാചകന്മാർ, അവസാനം അറേബ്യയിൽ വന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രം വരെയുള്ള ആ ഘട്ടങ്ങൾ പരിശോധിച്ചു നോക്കൂ. അവരുടെയൊക്കെ ശത്രുക്കളെ അല്ലാഹു ഭൂകമ്പത്തിലൂടെയാണോ നശിപ്പിച്ചത്? അവരെ അല്ലാഹു നശിപ്പിച്ചത് കൽമഴകളിലൂടെയാണോ നശിപ്പിച്ചത്? അത് പൂർവ്വകാലത്ത് അല്ലാഹു ചെയ്തതാണ്. പടച്ചവന്റെ ദീനിനെ പ്രതിരോധിക്കാൻ സത്യവിശ്വാസികളുടെ ആദർശ സമൂഹം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ പടച്ച തമ്പുരാൻ അവന്റെ മലായിക്കത്തുകളിലൂടെ നേരിട്ട് ചെയ്തു.
മറ്റേത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? ഖാതിലൂഹും യുഅദ്ദിബുഹുമുല്ലാഹു ബിഐദീകും. നിങ്ങൾ അവരോട് പോരാടുക, നിങ്ങളുടെ കൈകളിലൂടെ അല്ലാഹു അവരെ ശിക്ഷിക്കും. വയുഹ്സിഹിം, അവരെ അല്ലാഹു നിന്ദിക്കും. വയൻസുറുകും അലൈഹിം, അവർക്കെതിരെ നിങ്ങളെ അല്ലാഹു സഹായിക്കും. വയശ്ഫി സുദൂറ ഖൗമിൻ മുഅ്മിനീൻ, അങ്ങനെ സത്യവിശ്വാസികളുടെ മനസ്സുകളിൽ അല്ലാഹു ശമനം നൽകും, കുളിര് നൽകും എന്ന്. സഹോദരന്മാരെ, ചരിത്രത്തിലെമ്പാടും നിങ്ങൾക്ക് കാണാൻ പറ്റും. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിലേക്ക് പോകുമ്പോ, ഹിജ്റയുടെ സമയത്ത് മദീനയിലേക്ക് പോകുമ്പോ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? വൽഖുർ അബ്ദനാ ദാവൂദ ദൽ ഐദി ഇന്നഹു അവ്വാബ്. നമ്മുടെ ദാസനായ കൈക്കരുത്തുള്ള ദാവൂദിനെ നീ ഓർത്തുകൊള്ളുക എന്നാണ്. എന്ന് പറഞ്ഞാൽ മക്കയിൽ അക്രമങ്ങൾ അങ്ങേയറ്റം അരങ്ങുവാടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ശിക്ഷ ഉടനെ ഇറങ്ങും എന്നുള്ള അള്ളാഹുവിന്റെ മുന്നറിയിപ്പ് വരുമ്പോ, അള്ളാഹുവിന്റെ ശിക്ഷ വരുന്നത് ഒരിക്കലും ആകാശത്ത് നിന്നുള്ള ശിക്ഷയല്ല, ഭൂമിയിലെ മനുഷ്യരുടെ കരങ്ങളിലൂടെയാണ് വരുന്നത് എന്നതിന്റെ നിരവധി സൂചനകൾ ഖുർആനിൽ കാണാൻ കഴിയും. അങ്ങനെ പോയി ബദറുണ്ടായി, മദീനയിൽ ചെന്ന് രണ്ടാമത്തെ വർഷത്തിൽ ഉഹുദുണ്ടായി, ഖന്തഖുണ്ടായി, തബൂക്കുണ്ടായി. നിരന്തരം 27ഓളം പോരാട്ടങ്ങളിലൂടെയാണ് അള്ളാഹുവിന്റെ സഹായം ഉണ്ടായി തീർന്നത്. അപ്പോഴാണ് മലക്കുകൾ ഇറങ്ങിയത്. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും പ്രിയപ്പെട്ട റസൂലിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചാൽ ഇതെല്ലാം ഒന്ന് അവസാനിച്ചു കിട്ടൂലായിരുന്നോ? അള്ളാഹുവിന്റെ റസൂൽ സാധ്യമായ മുഴുവൻ മനുഷ്യാധ്വാനവും ചിലവഴിച്ചതിന് ശേഷമാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത്. എല്ലാം റെഡിയാക്കി നിർത്തിയിട്ടാണ് സുജൂദിൽ കിടന്നത്. അപ്പൊ അള്ളാഹുവിന്റെ സഹായം വരുന്നത് ഗസ്സയിലെ പാവപ്പെട്ട പീഡിതരായ പിഞ്ചു മക്കൾ വിശന്നൊട്ടിയ വയറുമായി മരിച്ചു വീഴുമ്പോ, അവരുടെ ക്യൂ നിൽക്കുന്ന പാത്രങ്ങളുമായി ക്യൂ നിൽക്കുന്ന റൊട്ടിക്ക് വേണ്ടി ത്യാഗമനുഷ്ഠിച്ച് അങ്ങനെ പാത്രവും പിടിച്ചിട്ട് വിശന്ന് വലഞ്ഞു നിൽക്കുന്ന മക്കളുടെ മുകളിലേക്ക് തീമഴ പെയ്യിപ്പിച്ച് ബോംബിട്ട് കൊന്നെടുക്കുമ്പോ, അവരെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് ബോംബും മിസൈലും വർഷിപ്പിച്ച് അഗ്നികുണ്ഡങ്ങൾ തീർത്ത് ചുട്ടി ചാമ്പലാക്കി മാറ്റുമ്പോ നമ്മൾ ചോദിക്കുന്നത് എന്താ? പടച്ചോ ഇതൊന്നും കാണുന്നില്ലേ എന്നല്ലേ? അല്ല കാണുന്നുണ്ട്. നിങ്ങൾക്കെന്താ പണി എന്നാണ് അല്ല ചോദിക്കുന്നത്. നമുക്കെന്താ പണി എന്നാണ് അല്ല ചോദിക്കുന്നത്. പടച്ചവനിലേക്ക് പ്രാർത്ഥനകൾ ഉയരുന്നുണ്ട്. ഓരോരുത്തരും അള്ളാഹുവിനോട് വിളിച്ച് വിലപിക്കുന്നുണ്ട്. ഒരിക്കലും ലൈസ ബൈനഹാ വ ബൈനല്ലാഹി ഹിജാബ്. ഇത്തഖി ദഅവത്തൽ മദ്ലൂം. മർദിദന്റെ പ്രാർത്ഥന സൂക്ഷിച്ചുകൊള്ളണം. അവർക്കും ആ പ്രാർത്ഥനയ്ക്കും മർദിദർക്കും ഇടയിൽ ഒരു മറയുമില്ലെന്നാണ്. അള്ളാഹുവിലേക്ക് നേരെ എത്തും. പക്ഷെ എത്തുന്നുണ്ട്. ആ സഹായം വരേണ്ടത് അല്ല അവിടെ നിങ്ങോട്ട് വേറെ ഒരു തീമഴ പെയ്യിപ്പിച്ചിട്ടല്ല. പടച്ചോനെ, അവന്റെ ഒക്കെ കേന്ദ്രങ്ങളിൽ നീ നാശം വിതയ്ക്കണേ, നശിപ്പിക്കണേ എന്നൊക്കെ ദുആ ചെയ്യുന്നിട്ടല്ല. ദുആ ചെയ്തോളൂ, പക്ഷെ ചെയ്യേണ്ടത് മനുഷ്യൻ ചെയ്യണം. അല്ല മറുവശത്ത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, വഅഇദ്ദൂ ലഹും മസ്തതഅതും മിൻ ഖുവ്വ തുർഹിബൂന ബിഹി അദുവ്വല്ലാഹി വഅദുവ്വകും വഅഇദ്ദൂ ലഹും മസ്തതഅതും മിൻ ഖുവ്വ മിൻ റിബാത്തിൽ ഖൈൽ. അല്ലാഹു തആല പറഞ്ഞത് എന്താ? നിങ്ങൾ ശത്രുക്കൾക്കെതിരെ സാധ്യമായ മുഴുവൻ ശക്തിയും സംഭരിക്കണം. കുതിരപ്പടയും സാധ്യമായ മുഴുവൻ ശക്തിയും നിങ്ങൾ സംഭരിക്കണം. എന്തിന്? നിങ്ങൾക്ക് അള്ളാഹുവിന്റെയും നിങ്ങളുടെയും ശത്രുക്കളെ വിറപ്പിക്കാൻ വേണ്ടി, ഭയപ്പെടുത്താൻ വേണ്ടി. അത് ഇറാൻ ചെയ്തു. ആ പണി ഇറാൻ ചെയ്തു. അവന്റെ അഖീദയെ ലബോറട്ടറിയിൽ വെച്ചോണ്ടിരിക്കുകയാണ് ഓരോരുത്തർ. സഹോദര, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അംഗീകരിക്കുന്നവരാണ് അവർ. മുസ്ലിം ലോകം അവരാരെയും പുറത്താക്കിയിട്ടില്ല.
അവരൊക്കെ നമ്മളുമായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ലോകവുമായി അവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അത് പടച്ചോ നാളെ ഖിയാമത്ത് നാളിൽ തീരുമാനം എടുത്തോട്ടെ. പക്ഷെ ലോക മുസ്ലിം പണ്ഡിതന്മാരാരും അവരെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. അവരെ മുസ്ലിങ്ങളായിട്ടാണ് ഗണിച്ചിട്ടുള്ളത്. അവരിന്ന് അവിടെ നിന്നുകൊണ്ട് അവരുടെ പണി എന്തായിരുന്നു? അവർ ലോകത്ത് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും വകവരുത്താൻ ശത്രുക്കൾ ശ്രമിക്കുമ്പോ അവിടെ നിന്നും ഹറമിൽ കിടന്നിട്ട് വമ്പിച്ച ദുആ. സൗദി അറേബ്യ എന്താ പണി? സൗദി അറേബ്യയിലെ രാജാക്കന്മാരും മറ്റവന്റെ തിണ്ണ നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ പോയി വിവാഹം കഴിക്കുന്നത് രാജാക്കന്മാര്, അറബ് രാജകുമാരന്മാര് പോയിട്ട് വിവാഹം കഴിക്കുന്നത് ഇവരുടെ പാശ്ചാത്യ നാടുകളിൽ നിന്നാണ്. ഇവിടെയുണ്ട് ഭാര്യ, അവിടെയുണ്ട് ഭാര്യ. അതിൽ പിറക്കുന്ന മക്കളാണ് ഇവിടെ രാജാക്കന്മാരായിട്ട് വരുന്നത്. ഇവരോട് വിധേയത്വം ഉണ്ടാകുന്നത് വിവാഹ ബന്ധത്തിലൂടെ തന്ത്രപരമായി രാജ്യത്തിന്റെ നയതന്ത്ര ബന്ധങ്ങൾ മുഴുവൻ അട്ടിമറിച്ച് അതിനെ അവർക്ക് കീഴ്പ്പെടുത്തി കൊടുക്കുകയാണ്. അവിടെ ഈ സമയത്ത് ഇറാനെ കണ്ടുപിടിക്കണം. ഇറാൻ ചെയ്തെന്താ? പരിശുദ്ധ ഖുർആന്റെ ഈ കൽപ്പന പാലിച്ചു. ശത്രുവിനെ ഭയപ്പെടുത്താൻ ആവശ്യമായ മുഴുവൻ സമ്പാദ്യങ്ങളും മുഴുവൻ ആയുധങ്ങളും പടക്കോപ്പുകളും അവർ ഉണ്ടാക്കി വെച്ചു. അവൻ ആയുധ കച്ചവടം നടത്തുന്ന അമേരിക്കയിൽ നിന്നും മറ്റും ആയുധം വാങ്ങി വെക്കുകയല്ല ചെയ്തത്. അവർ സ്വന്തമായി ശാസ്ത്രജ്ഞന്മാരെ ഉൽപ്പാദിപ്പിച്ചു. ആൺകുട്ടികൾ അവരിൽ നിന്നിട്ട് ആയുധമുണ്ടാക്കി. ഇന്ന് ഇസ്രയേലിന്റെ ആകാശത്ത് അവരുടെ മിസൈലുകളെ മനോഹരമായ വർണ്ണചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ തീമഴ പെയ്യുകയാണ്. ഇവരുടെ അയൺ ഡോമുകളെ നിഷ്പ്രഭമാക്കിയിട്ട് അവരുടെ കോട്ട കൊത്തളങ്ങളിലേക്ക് കടന്നു ചെല്ലുകയാണ്. അമേരിക്ക വിറയ്ക്കുന്നു, ഇസ്രയേൽ ഞെട്ടുന്നു. നെതന്യാഹു ഒളിക്കാനുള്ള മാളം നോക്കി നടക്കുന്നു. ഇതെന്താ ഇസ്രയേലിന്റെ കഴിവാണോ? അല്ല. അല്ലാഹു തആല പറഞ്ഞു വലൗ ബഅദ ഹീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല്ലാഹു തആല കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും അല്ലാഹ് നിങ്ങളെ സഹായിക്കും. അല്ലാഹുവിന്റെ സഹായം വരുന്നത് മുഅ്മിനീങ്ങളുടെ കരങ്ങളിലൂടെയാണ്. പടച്ച ഒരു കാര്യം ഈ ദുനിയാവിൽ സ്വയം ഏറ്റെടുത്ത് ചെയ്യൂലല്ലോ. അല്ലാഹു മുസബ്ബിബുൽ അസ്ബാബാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളിലൂടെ കാരണങ്ങളിലൂടെ കാര്യം നടത്തുന്നവനാണ്. ആഹാരം വിശക്കുന്ന പടച്ചോനെ അന്നെന്താ എന്ന് പറഞ്ഞിട്ടിരിക്കുകയല്ല, പോയി അധ്വാനിക്കാൻ പറഞ്ഞു. സൂറത്തുൽ ജുമുഅ നമസ്കാരം കഴിഞ്ഞാൽ ഫന്തശിറു ഫിൽ അർദ് വബ്തഗൂ മിൻ ഫളില്ലാ, ഇറങ്ങണം ഭൂമിയിൽ, പോയിട്ട് അധ്വാനിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അധ്വാനിച്ച് പണം ഉണ്ടാക്കുമ്പോൾ അതിലൂടെയാണ് അല്ലാഹു നിനക്ക് ആഹാരം തരുന്നത്. വിവാഹം കഴിച്ചിട്ട് മക്കളെത്താ എന്ന് പറഞ്ഞിരിക്കുകയല്ല, അതിനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം, ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടണം, പടച്ചവൻ പറഞ്ഞതുപോലെ ചെയ്യണം. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ തരും. ഏത് കാര്യം ദുനിയാവില് അധ്വാനത്തിലൂടെയാണ് അവൻ അല്ലാഹു സഹായിക്കുന്നത്. എന്റെ കഴിവല്ല, ഇത് അല്ലാഹുവിന്റെ സഹായമാണ് എല്ലാം. ഇതേപോലെ തന്നെയാണ് ശത്രുവിനെതിരെയുള്ള സഹായവും. ലോകത്ത് കോടാനുകോടി വരുന്ന ജനവിഭാഗങ്ങൾ മുസ്ലിം സമൂഹമുണ്ട്. അതേപോലെ തന്നെ ലോകത്ത് ഒരുപാട് അറബ് രാഷ്ട്രങ്ങളുണ്ട്. അവരുടെയൊക്കെ താല്പര്യം അവരൊക്കെ തന്നെ എന്തെങ്കിലും നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി, അവരുടെ സ്വാർത്ഥ മോഹങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിന്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ താല്പര്യങ്ങളെ ബലികഴിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സഹോദരങ്ങളെ, അവസാനം അല്ലാഹുവിന്റെ ശിക്ഷ എല്ലാവർക്കും വരും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിന്മയെ തടുക്കുക, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ, ആരാണോ എന്റെ ആത്മാവിനെ ഉടമപ്പെടുത്തിയിരിക്കുന്നത് അവനാണ് സത്യം. ലതഅ്മുറന്ന ബിൽ മഅറൂഫി വലതൻഹൗന്ന അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക തന്നെ വേണം, തിന്മയെ തടുക്കുക തന്നെ വേണം. നന്മ കൽപ്പിക്കുക, തിന്മയെ തടയുക എന്ന് പറഞ്ഞാൽ ചില ആളുകൾ വിചാരിച്ചിരിക്കുന്നത് എന്താണ്? നബിയുടെ സുന്നത്തുകൾ, അതുകൊണ്ട് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അതാണല്ലോ, സുന്നത്തുകളുടെ ആൾക്കാരാണ്. അതുകൊണ്ട് പല്ലി അയക്കാൻ വേണ്ടി സുന്നത്ത്, കമങ്കാലിന്റെ നേരെ വസ്ത്രം കയറ്റി കൊടുക്കൽ സുന്നത്ത്, താടി വെക്കൽ സുന്നത്ത്, തലപ്പാവ് ധരിക്കൽ സുന്നത്ത്, ഇങ്ങനെയുള്ള കുറെ സുന്നത്തൊക്കെ കൊണ്ടുവന്ന എല്ലാവരും ഇതൊക്കെ വേണ്ടതാണ് കേട്ടോ, അതൊക്കെ സുന്നത്തിലുള്ളതാണ്. പക്ഷെ സുന്നത്ത് എന്താ? പ്രവാചകചര്യ, പ്രവാചകന്റെ ജീവിത മാർഗവും നിലപാടും ജീവിതവും, നബിയുടെ യുദ്ധതന്ത്രം ഉൾപ്പെടെ എല്ലാമാണ്. അപ്പൊ അത് തിന്മയെ തടുക്കാൻ
എല്ലാ മാർഗവും ഉപയോഗപ്പെടുത്തണം. ലാ തഅ്മുറന്ന ബിൽ മഅറൂഫ് വല തൻഹൗന്ന അനിൽ മുൻകർ. നന്മ കൽപ്പിക്കണം, തിന്മയെ തടുക്കണം. ഫലസ്തീനിലെ ഗസയിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് പാവപ്പെട്ട ജനവിഭാഗങ്ങളെ അടിച്ചമർത്തുകയും കൊന്നു തള്ളുകയും ചെയ്യുമ്പോൾ നോക്കുകുത്തികളായിരുന്നാൽ അവർക്കും അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല തൻഹൗന അനിൽ മുൻകർ ഔ ല യൂഷികന്നല്ലാഹു അയ്യബഅസ അലൈക്കും ഇഖാബൻ മിൻ. അങ്ങനെ അല്ലെങ്കിൽ അത് ചെയ്തില്ലെങ്കിൽ അല്ലാഹു തആല നിങ്ങൾക്കുമേൽ അല്ലാഹു ശിക്ഷ ഇറക്കും. ഈ ശിക്ഷ വരുന്നത് ശത്രുക്കൾക്കെതിരെയല്ല, നമ്മളെ ഉദ്ധരിച്ചു വരും. ശത്രുക്കൾക്കെതിരെയുള്ള ശിക്ഷ അങ്ങനെയല്ല വരിക, ഇത് നമ്മളെ ഉദ്ധരിച്ചു വരുന്നതാ. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ശിക്ഷ വന്നാൽ സുമ്മ തദ്ഉനഹു ഫലാ യുസ്തജാബു ലക്കും. പിന്നെ നിങ്ങൾ ദുആ ചെയ്യും, അല്ലാഹുവേ രക്ഷിക്കണേ, അതീന്ന് രക്ഷപ്പെടുത്തണേ, ഇതീന്ന് രക്ഷപ്പെടുത്തണേ, ഞങ്ങൾ പെട്ടുപോയേ എന്ന് പറഞ്ഞ് ദുആ ചെയ്യും. അല്ലാഹു ഉത്തരം തരൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ചെയ്യേണ്ട പണി ചെയ്യണം. അത് ഓരോ തിന്മയെ തടയാൻ ഓരോ രൂപമാണ്. ആ രൂപം എന്തോ അതാണ്. ചിലപ്പോൾ ഒരു സതുപദേശമായിരിക്കാം തിന്മയെ തടയുക എന്നത്, ചിലപ്പോൾ ഒരു പ്രഭാഷണമായിരിക്കാം, ചിലപ്പോൾ ഒരു ഉത്ബോധനമായിരിക്കാം, ചിലപ്പോൾ ഒരു കേസ് കൊടുക്കലായിരിക്കാം, ചിലപ്പോൾ കൈവരിച്ച് 2 എണ്ണം കൊടുക്കലായിരിക്കാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗതടസ്സം നീക്കലായിരിക്കാം, എന്തോ ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തലായിരിക്കാം, ചിലപ്പോ അത് യുദ്ധമായിരിക്കാം. ഈ രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വലിയ വലിയ സമൂഹങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഇത്തരത്തിൽ പലതരത്തിലാണ് തിന്മയെ സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് പ്രതിരോധിക്കുന്നതിനാണ് ജിഹാദ് എന്ന് പറയുന്നത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ കാര്യമാണ്. ഓരോ സന്ദർഭത്തിനനുസരിച്ച് വ്യത്യാസപ്പെടും. അതുകൊണ്ട് തന്നെ അതിലൂടെ മാത്രമാണ് ലോകത്ത് അല്ലാഹുവിന്റെ സഹായം ഉണ്ടായിത്തീരുക എന്ന് ഖുർആനും സുന്നത്തും ഒക്കെ പരിശോധിച്ചാൽ നല്ലോണം ഇരുന്ന് വായിച്ചു പഠിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം.